ഹലോ ഗേസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് രണ്ട് അടിപൊളി ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ക്രിപ്റ്റോയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് മൈനിങ്ങും അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് എന്നുള്ള ഒരു സെക്ഷനും. കുറേ മൈനിങ് പ്രോജക്റ്റുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ എയർ ഡ്രോപ്പ് പ്രോജക്റ്റിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി രണ്ട് എയർ ഡ്രോപ്പുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലൊന്ന് മൈനിങ് ആണ്, ഒന്ന് നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഡെയിലി ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാലറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഫോറക്സ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ബ്രോക്കറെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്നെസ്സിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേൾഡിലെ അത്യാവശ്യം നല്ല ഒരു ബ്രോക്കർ തന്നെയാണ്. ഈ ഒരു ബ്രോക്കർ കീഴിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ രൂപയും അതുപോലെ തന്നെ USDT ഒക്കെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ടിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ട്രേഡ് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പരിചയപ്പെടുത്തിയ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറേ മൈനിങ് പ്രോജക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. എൻ്റെ ചാനൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ സെൽറ്റ് ട്രേഡിംഗ്, കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറേ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കോപ്പി ട്രേഡിങ്ങും അതുപോലെ മാനുവൽ ട്രേഡിങ്ങും അതിലെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഫോറസ്റ്റ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് MT5 എങ്ങനെ ട്രേഡ് ഓപ്പൺ ചെയ്യാമെന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കുകൾ എന്തൊക്കെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. റിസ്ക് ട്രേഡിങ്ങിനെ, റിസ്ക് എൻട്രികളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ FXTMൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. മിറ നെറ്റ്വർക്ക് എന്ന ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. വെൽക്കം ടു മിറ നെറ്റ്വർക്ക് ഫ്രീ ക്രിപ്റ്റോ മൈനിങ് ആൻഡ് എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളൊരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ട് നിങ്ങളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് തൊട്ടതായി നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിന് തൊട്ടതായുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് പേജിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഏൺ ഫ്രീ ലൂമിറ ഫോർ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം. അതായത് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇൻവിറ്റേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞ സമയത്തേക്കാണ് അവർ ആ റിവാർഡ് കൊടുക്കുന്നത്. നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാലും കിട്ടും, ഇവിടെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ കംപ്ലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ മൈനിങ് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്തായിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. യു ആർ ഓൾ റെഡി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ മൈനിങ് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റാർട്ട് മൈനിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴാണ് നമ്മൾ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൈനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കണ്ടിന്യൂ വിത്തൗട്ട് ആഡ്സ് ഉണ്ട്, കണ്ടിന്യൂ വിത്ത് ആഡ്സ് ഉണ്ട്. അത് നിങ്ങളെ കണ്ടിന്യൂ വിത്ത് ആഡ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് ഡബിൾ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂ വിത്തൗട്ട് ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ്സ് ഒന്നും കാണേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്സിന് എന്താവും, കുറഞ്ഞ ഒരു റിവാർഡേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ ഒരു ആഡ്സ് വന്നു, കുറഞ്ഞ സമയത്തുള്ള ഒരു ആഡ്സ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മളുടെ മൈനിങ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് മൈനേഴ്സ് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ബോണസ്, കറൻറ്റ് മൈനിങ് റേറ്റ് കാണാം, മൈനിങ് ടൈമും കാണാം. അതായത് 24 മണിക്കൂർ കൂടുമ്പോൾ മൈനിങ് സ്റ്റോപ്പ് ആകും. വീണ്ടും ഇതേ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, മൈനിങ് മുകളിൽ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെയാക്കി എയർ ഡ്രോപ്പ് സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് പ്രോജക്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റിവാർഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ആൻഡ് ഏൺ എന്നുള്ള ഈ ഒരു സെക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ബോണസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഫറൽ ബോണസ് കാണാം, അതുപോലെ തന്നെ ഇവൻറ്റ് ബോണസൊക്കെ കാണാം. അതെല്ലാം ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോക്കൺസുകളൊക്കെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. സോ ഈ ഒരു മൈനിങ് പ്രോജക്റ്റിൽ ഇത്ര മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. വെറുതെ ഇരിക്കുന്ന ഈ ഒരു സമയത്തൊക്കെ വെറുതെ ഇങ്ങനെ ഒരു 24 മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാനും നോക്കുക. സോ നമുക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവാം. ആരി വാലറ്റ് എന്ന ഈ ഒരു വാലറ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്.
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജാണ് നിങ്ങൾക്ക് വരിക. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ സൈൻ അപ്പ് എന്നുള്ള ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എഗ്രി ടു ഓൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കണം. സ്റ്റെപ്പ് 2 ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഒരു പാസ്വേഡ് കൊടുക്കുക. കൺഫേം പാസ്വേഡിലും അതേ പാസ്വേഡ് കൊടുത്ത് റഫറൽ കോഡ് എന്നുള്ള ഭാഗത്ത് എൻ്റെ റഫറൽ കോഡ് മസ്റ്റായിട്ടും കൊടുക്കണം. റഫറൽ കോഡ് എപ്പോഴും നിങ്ങൾ എല്ലാ പ്രോജക്റ്റിനും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്കും റെഫർ ചെയ്യുന്നത് ആരാണോ അവർക്കും അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടും. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റെപ്പ് 3 അവർ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് സൈൻ അപ്പ് സേവ് ദ മാസ്റ്റർ കീ, അതായത് പ്രൈവറ്റ് കീ എന്ന പോലെ തന്നെ ഇതിലൊരു മാസ്റ്റർ കീ അവിടെ വന്നിട്ടുണ്ടാവും. ഈ ഒരു മാസ്റ്റർ കീ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണം. കാരണം ഈ ഒരു വാലറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്റ്റർ കീ നിർബന്ധമാകും. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടിയ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്റ്റർ കീ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം താഴെയുള്ള ഓക്കെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആരി വാലറ്റ് എന്ന ഈ ഒരു വാലറ്റ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ മെയിൻ നെറ്റും ടെസ്റ്റ് നെറ്റും ഉണ്ട്. അതിൽ ടെസ്റ്റ് നെറ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ടെസ്റ്റ് നെറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡെയിലി ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ഡെയിലി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ചെക്കിൻ ചെയ്യാൻ പറ്റും. ഡെയിലി ചെക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ പോയിന്റുകൾ കിട്ടും. റഫറൽ കോഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് 50 പോയിന്റ് എക്സ്ട്രാ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിസീവ് സെൻഡ് ട്രാൻസാക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഈ ഒരു വാലറ്റിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള ടാസ്ക്. ഇവിടെ ടെസ്റ്റ് നെറ്റ് ടോക്കൺ ലഭിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ആരി വാലറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്ക് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ റിസീവ് ചെയ്യുക ടോക്കൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ നമ്മളുടെ ട്രാൻസാക്ഷൻ കൂടും. ഇങ്ങനെയാണ് ഈ ഒരു വാലറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. ഡെയിലി ചെക്കിൻ ചെയ്യുക, അതുപോലെ മാക്സിമം ട്രാൻസാക്ഷൻ കൊണ്ടുവരിക. അതൊക്കെ ഫ്രീ ആയിട്ടുള്ള സംഭവമാണ്. ടെസ്റ്റ് നെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടുഡേ കിസ് ഉണ്ട്, ഡെയിലി ചെക്കിംഗ് ഉണ്ട്. ഡെയിലി ചെക്കിംഗ് നമ്മളിപ്പോൾ കാണിച്ചു തന്നു. പിന്നെ ടുഡേ കിസ് ഉണ്ട്. ടുഡേ കിസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇന്നത്തെ കിസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ആൻസർ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ടിക്ക് കൊടുത്തിട്ട് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 10 പോയിന്റ് നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ചെക്കിൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കിസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിസ്സിൻ്റെ ആൻസർ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റേതായ പോയിന്റ് നമുക്ക് അവിടെ ലഭിക്കും. എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ എന്ത് ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സിമ്പിളായിട്ടുള്ള 2 പ്രോജക്റ്റുകളാണ്, ആരും തന്നെ മിസ് ഔട്ട് ആക്കേണ്ട. ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന 2 പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിലും മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.